Yes, good afternoon. Good afternoon, sir. Yes. Good afternoon, sir. Okay, Jinnu, Bindu. ക്രിസ്മസിന്റെ വെക്കേഷന്റെ ഹാങ് ഓവർ ഒക്കെ മാറിയോ? യെസ്, ആരംഭിച്ചാലോ നമുക്ക്? ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കണ്ടീഷണൽ സെന്റൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കണ്ടീഷണൽ സെന്റൻസുകളെ കുറിച്ച് പറഞ്ഞപ്പോ മെയിൻ ക്ലോസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, സബോർഡിനേറ്റ് ക്ലോസ് എന്താണെന്ന് പറഞ്ഞു. സബോർഡിനേറ്റ് ക്ലോസിന്റെ മീനിങ് പൂർത്തിയാവുന്നില്ല എന്ന് പറഞ്ഞു. സബോർഡിനേറ്റ് ക്ലോസിന്റെ അർത്ഥം പൂർത്തിയാകണമെങ്കിൽ അത് ആശ്രയിച്ചിരിക്കുന്നത് ഒരു മെയിൻ ക്ലോസിനെയാണ് പറഞ്ഞു. അങ്ങനെ മെയിൻ ക്ലോസിനെ ആശ്രയിച്ചുകൊണ്ടാണ് സബോർഡിനേറ്റ് ക്ലോസിന്റെ അർത്ഥം പൂർത്തിയാകുന്നത് പറഞ്ഞു. അങ്ങനെ വരുന്ന മെയിൻ ക്ലോസിനും സബോർഡിനേറ്റ് ക്ലോസിനും ഇഫ് ഇറ്റ് ഇസ് എൻ ഇമാജിനറി സിറ്റുവേഷൻ, അതൊരു സാങ്കല്പിക സംഗതിയാണെങ്കിൽ, സാങ്കല്പിക സെന്റൻസ് ആണെങ്കിൽ, സാങ്കല്പിക സംഭവമാണെങ്കിൽ അതിന് ഒരു കണ്ടീഷൻ, ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അത് നമ്മൾ സൂചിപ്പിച്ചു. ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ളതാണെങ്കിൽ അതിന്റെ കൂടെ വരുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലുള്ളതായിരിക്കും മെയിൻ ക്ലോസ്. ഇതാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇത്രയെങ്കിലും നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. റൈറ്റ്? കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട്. ഓക്കെ, ശരിയാണ്. അപ്പൊ അതിന് നമ്മൾ ഒരു വാചകം കൂടി നമ്മളത് സൂചിപ്പിച്ചു. ആ വാചകം ഇതായിരുന്നു, ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇഫ് യു വർക്ക്, അവിടെ വരെ എന്താണ്? സിമ്പിൾ പ്രസന്റ് ആണ്. എങ്ങനെ മനസ്സിലായി സിമ്പിൾ പ്രസന്റ് ആണെന്ന്? സബ്ജക്റ്റ് ഉണ്ട്, വർക്ക് ഇസ് ദ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. അപ്പൊ സബ്ജക്റ്റ് വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചപ്പോ നമ്മൾ പറഞ്ഞു അത് സിമ്പിൾ പ്രസന്റ് ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സൂചിപ്പിച്ചത് അതിന് കൂടെ വരുന്ന സെന്റൻസ് ആണ്. ഐ വിൽ, ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. യു സബ്ജക്റ്റ് ആണ്, വിൽ അല്ലെങ്കിൽ ഷാലിന് വില്ലുണ്ട്, പിന്നെ പാസ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ഉണ്ട്. അപ്പൊ യു വിൽ പാസ് എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഓക്കെ, അപ്പോ അതിന്റെ കൂടെ സിമ്പിൾ പ്രസന്റിന്റെ കൂടെ വരുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ആണെന്ന് പറഞ്ഞു. ഇനി ഞാൻ ഒരു ചെറിയൊരു ചേഞ്ചസ് അതിൻ്റെ അത് വരുത്തുകയാണ്. ആ മാറ്റം ഇതാണ്, ഇഫ് യു വർക്ക് എന്നുള്ളതിന് പകരം അത് മാറ്റിയിട്ട് ഇഫ് യു വർക്ക്ഡ് എന്നാക്കി. WORKED, വർക്ക്ഡ്. അപ്പൊ നോക്കിയേ, ഇഫ് യു വർക്ക്ഡ് എന്ന് പറയുമ്പോൾ അത് ഏത് ടെൻസ് ആയത്? Simple past. സിമ്പിൾ പാസ്റ്റ്. വെരി ഗുഡ്. എന്തുകൊണ്ട് നമ്മൾ സിമ്പിൾ പാസ്റ്റ് എന്ന് മനസ്സിലാക്കി? സബ്ജക്റ്റ് ഉണ്ട്, യു, പിന്നെ പാസ്റ്റ് ടെൻസ് ഓഫ് ദ വെർബ് ആണ്. WORKED, വർക്ക്ഡ്, പാസ്റ്റ് ടെൻസ് ഓഫ് ദ വെർബ്. അപ്പൊ സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും ആയതുകൊണ്ട് നമ്മൾ അതിനെ സിമ്പിൾ പാസ്റ്റ് എന്ന് വിളിച്ചു. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആണ്. ഇനി ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു ഡാഷ് ഇട്ടയാണ്. അപ്പൊ അവിടെ നമുക്ക് എങ്ങനെ പൂരിപ്പിക്കാൻ പറ്റും? ചിന്നുവിന്റെ ഒരു ഭാവനയില് വർക്ക് ചെയ്തെങ്കിലും അല്ലേ? ഇഫ് യു വർക്ക്, WORKED. അപ്പോഴും ഫ്യൂച്ചർ അല്ലേ? അപ്പൊ ഏത് ടെൻസാ വരുന്നത്? എന്തോ? അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് വരുമ്പം ഫ്യൂച്ചറിലെ കാര്യമല്ലേ പറയുന്നത്?
ചെയ്തെങ്കിൽ എന്ന് പറഞ്ഞോളൂ. ചിന്നുവിന്റെ ഒരു ചിന്തനം പോലെ അങ്ങോട്ട് പറഞ്ഞോ, മനോവിചാരം പോലെ അങ്ങോട്ട് പറഞ്ഞോ. യുവർ കാൽക്കുലേഷൻ യു വിൽ ഹാവ് പാസ്, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്? ഇല്ല, എനിക്ക് കിട്ടുന്നില്ല. സോറി എനിക്ക് കിട്ടുന്നില്ല. ഉറപ്പിച്ചു. ഓക്കെ, വേണ്ടി അവിടെ നോക്കട്ടെ. ഇനി ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അതിന്റെ അകത്ത്, പറയാമോ വേറെ ആർക്കെങ്കിലും? You would pass the exam. യു വുഡ് പാസ്ഡ് ആണ്, പാസ്സാണ്? You would pass. അപ്പൊ ബിന്ദു പറഞ്ഞപ്പോ വുഡ് വെച്ച് പറഞ്ഞു. ഓക്കെ, ശരിക്കും എന്ത് തോന്നുന്നു? ഞാനൊന്നും കേട്ടില്ല, ഞാൻ ഇപ്പൊ കേറിയതേ ഉള്ളൂ. എന്ത് വേണമെങ്കിലും പറഞ്ഞു അല്ലേ? യെസ്, ഓക്കെ 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 ഓക്കെ. സാർ ഇത് അപ്പം പാസ്സായ അല്ല വർക്ക് ചെയ്തിരുന്ന നന്നായിട്ട് ചെയ്തിരുന്നെങ്കിൽ പാസ് ആകാമായിരുന്നു എന്നാണോ പറയുന്നത്? ഇഫ് യു വർക്ക് ഹാർഡ്, നീ പഠിക്കുകയാണെങ്കിൽ യു വിൽ പാസ്, നീ പാസ്സാവും. അപ്പോ പഠിച്ചിട്ടില്ല, അതൊരു കണ്ടീഷൻ അങ്ങനെ പറയുന്നു, പോസിബിലിറ്റി. നീ പഠിക്കുകയാണെങ്കിൽ പാസ്സാവും. ഇത് രണ്ടാമതാണ്. ഇഫ് യു വർക്ക്, ആ റിസൾട്ട് വന്നു, റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോ അവൻ തോറ്റപ്പോഴും നമുക്കറിയാമായിരുന്നു അവന്റെ ബുദ്ധിയുള്ള മെയിനാണ്. അവൻ തോറ്റപ്പോ അവന്റെ പഠിപ്പിന്റെ മോശം കൊണ്ടാണ് തോറ്റത്. അത് നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയും? നീ പഠിച്ചില്ലെങ്കിൽ പാസ്സായന്, നീ പഠിച്ചെങ്കിൽ പാസ്സായന് പറയില്ലേ? അപ്പോ റിസൾട്ടും വന്നു കഴിഞ്ഞു, എക്സാമിനേഷൻ കഴിഞ്ഞു. യെസ്. അപ്പൊ എന്നാലും നമ്മളൊന്ന് ഇമാജിൻ, ഞാൻ അന്നേ പറഞ്ഞതല്ല വേണ്ടത്, ഇത് നമ്മൾ ചില കാര്യങ്ങൾ സംഭവിച്ചു പറയണ പോലെ, നീ പഠിച്ചെങ്കിൽ പാസ്സായന്, പക്ഷെ നീ പഠിച്ചില്ല. അപ്പോ ഇവിടെ ബിന്ദു പറഞ്ഞത് കറക്റ്റാണ്. അങ്ങനെ വരുമ്പോ പാസേഴ്സ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ അപ്പുറത്ത് നമ്മൾ കണ്ടീഷണൽ ഫോം ഉപയോഗിക്കണം. കണ്ടീഷണൽ ഫോം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? വുഡ് ഉപയോഗിക്കാം, കുഡ് ഉപയോഗിക്കാം, ഷുഡ് ഉപയോഗിക്കാം, മൈറ്റ് ഉപയോഗിക്കാം. നാല്. ഒന്നുകൂടി പറയാം: കുഡ്, വുഡ്, ഷുഡ്, മൈറ്റ്. അപ്പോ എങ്ങനെയാണ് ഇതിന്റെ കണ്ടീഷണൽ ഫോം എന്ന് നമ്മൾ പറയണത് നമുക്ക് നോക്കാം. വിൽ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് വുഡ്. ക്യാൻ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് കുഡ്. ഷാൽ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് ഷുഡ്. മേ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് മൈറ്റ്. അപ്പൊ ഈ കണ്ടീഷണൽ ഫോമേ പിന്നെ ഉപയോഗിക്കാം. വില്ല് ഉപയോഗിച്ചാൽ തെറ്റാണ്, വുഡ് ഉപയോഗിക്കാം. ക്യാൻ ഉപയോഗിച്ചാൽ തെറ്റാണ്, കുഡ് ഉപയോഗിക്കാം. ഷാൽ ഉപയോഗിച്ചാൽ തെറ്റാണ്, ഷുഡ് ഉപയോഗിക്കാം. മേ ഉപയോഗിച്ചാൽ തെറ്റാണ്, പക്ഷെ മൈറ്റ് ഉപയോഗിക്കാം. അല്ല, അപ്പൊ ഈ നാലെണ്ണം മാത്രമേ ഉപയോഗിക്കാമൂ. യെസ്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക, ഈ കണ്ടീഷണൽ ഫോം വില്ല് പോലെ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, ഇത് കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. വുഡ് ഗോ, വുഡ് വെന്റ് എന്ന് പറയില്ല. വുഡ് ടേക്ക് എന്താ പറയുക, വുഡ് ടുക്ക് എന്ന് പറയില്ല. വുഡ് കഴിഞ്ഞാൽ എപ്പോഴും പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ് ഉപയോഗിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞത് നമുക്ക് എങ്ങനെ പറയാം? ഇഫ് യു വർക്ക് ഹാർഡ്, if you worked, W-O-R-K-E-D, worked hard, you would pass the examination. ഇതാണ് അതിന്റെ കറക്റ്റ്. If you worked hard, you would pass the examination. ആ വർക്ക്ഡ് എന്നുള്ളതിന് പകരം വർക്ക് ആയിരുന്നെങ്കിൽ യു വിൽ പാസ് എന്ന് പറയണം. യു വിൽ പാസ്. നമ്മൾ ചില സെന്റൻസുകളൊക്കെ പറയുമ്പോൾ ഇത് ഇങ്ങനെ തമ്മിലൊരു ഇമാജിനറി സെന്റൻസ് ആണെങ്കിൽ ഇങ്ങനെ കുറച്ച് ബന്ധങ്ങൾ എഴുതാനുണ്ട്. If you work hard, you will pass. If you worked hard, you would pass. You would pass. പിടികിട്ടിയോ? പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഒരു വാചകം ഞാൻ നിങ്ങളോട് പറയാണ്. നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അതിനെ പൂരിപ്പിക്കാം. ഒരാൾ ചെയ്യുന്നതിന് വേറെ ആളാവും നിർബന്ധമൊന്നുമില്ല. അസുലെ ഇതിനെ പൂരിപ്പിക്കാം. ഞാൻ വാചകം ഇതാണ്. എനിക്ക് if you took the book,
If you took the book dash dash. If you took the book dash. Okay. Okay. നീ ആ പുസ്തകം എടുത്തെങ്കിൽ ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പൂരിപ്പിക്കുക. അപ്പൊ അപ്പുറത്ത് എഴുതുമ്പോൾ കണ്ടീഷണൽ ഫോം തന്നെ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കാരണം അവരുടെ ടേക്ക് അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, അതിന്റെ പാസേജ് ടുക്കാണ്. ഇവിടെ പാസേജ് ഉപയോഗിച്ചിരിക്കുകയാണ് ഡിപ്പെൻഡിങ് കോസ്റ്റ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് കോസ്റ്റ്. ഇപ്പൊ മെയിൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വുഡോ ഷുഡോ കുഡോ മൈറ്റോ വരണം. ഓക്കെ. If you took the book is the if you took the book, നിങ്ങൾ ആ പുസ്തകം എടുത്തെങ്കിൽ ഞാൻ വേണമെങ്കിൽ എക്സാമ്പിൾ പറയാം. നിങ്ങൾ ആ പുസ്തകം എടുത്തെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയല്ല, വേറെ ബാക്കി പറയാം. നിങ്ങൾ ആ പുസ്തകം എടുത്തെങ്കിൽ നിങ്ങൾ ആ പുസ്തകത്തിന്റെ കണ്ടന്റിനെ കുറിച്ച് അറിയും. യു വുഡ് നോ അബൌട്ട് ദ കണ്ടന്റ് ഓഫ് ദ ബുക്ക്. യു വുഡ് നോ അബൌട്ട് ഓക്കെ ചിന്നു കറക്റ്റ് ആണ്. ഞാനിത് ടൈപ്പ് ചെയ്ത് വെച്ചേക്കുവായിരുന്നു, അതിനെ കുറിച്ച് അറിഞ്ഞേനേന്നോ. യെസ് കറക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. വുഡ് വന്ന് കറക്റ്റ് വന്നപ്പോ കറക്റ്റ് ആയത്. യു വുഡ് നോ അബൌട്ട് ഇറ്റ്, നിങ്ങൾ അതിനെ കുറിച്ച് അറിയും. യെസ്. ഇനി വേറെ ആർക്കെങ്കിലും you would read completely. Okay, Shiga. You should read completely. Okay. നിങ്ങൾ ആ പുസ്തകം എടുത്തെങ്കിൽ നിങ്ങൾ അത് മുഴുവൻ വായിക്കണം. യു ഷാൽ എന്ന് പറയാൻ തെറ്റാണ്, അല്ലെങ്കിൽ യു വിൽ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. യു ഷുഡ് റീഡ് ഇറ്റ് കംപ്ലീറ്റ്ലി. ഇത് സാറൊരു സംശയമുണ്ട്. യു എന്ന് പറയുമ്പം ആ ആളെ പറ്റി തന്നെയാണ് നമ്മൾ ഇപ്പൊ അടുത്ത ക്ലോസിൽ പറയാൻ പോണു. ഇഷ്ടമുള്ള വേണമെങ്കിൽ പറയാം. അല്ല, ഇപ്പൊ എനിക്ക് എങ്ങനെ പറയാൻ പറ്റൂ? ഐ ഷുഡ് ടേക്ക് അനദർ ബുക്ക് എന്ന് പറയാൻ പറ്റൂ? ഓക്കെ, പറയാം. ഓക്കെ ഓക്കെ. ഒരു സെന്റൻസിന് ഒരു മീനിങ് കിട്ടിയാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു ലെജിബിൾ ആയ അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു മീനിങ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വേണം ഇഫ് യു ടേക്ക് ദ ബുക്ക്, ഇഫ് യു ടേക്ക് ദ ബുക്ക്, നീ ആ പുസ്തകം എടുത്ത് ഐ വുഡ് പേ ഫോർ ദാറ്റ്, ഞാൻ അതിന്റെ പൈസ കൊടുക്കും. ഇഫ് യു took the book, I would pay for that book. If you took the book, you should return within a week. നീ ആ പുസ്തകം എടുത്തെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ അത് എന്ത് ചെയ്യണം? തിരിച്ചേൽപ്പിക്കണം. വിത്തിൻ എ വീക്ക് ഓർ വിത്തിൻ എ മന്ത് നമുക്ക് എന്തെങ്കിലും പറയാം. അത് വേണമെന്നില്ല, ഒരു അർത്ഥം പൂർത്തിയായാൽ മതി. യെസ്. അടുത്തൊന്നും പറയാം. If they
if they ordered O-R-D-E-R-E-D, O-R-D-E-R-E-D, ordered cake, C-A-K-E, cake dash. If they ordered cake dash. Okay, Shilu, you should pay the price of it. Okay. You should pay the price of it. Okay, Shiga, you should pay the bill. Okay. If you ordered the cake, I would bring 2 bottles of wine. നീ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വൈൻ കൊണ്ടുവരും. If you ordered the cake, your mother would cut the cake. നീയാണ് കേക്ക് ഓർഡർ ചെയ്തെങ്കിൽ നിന്റെ അമ്മയായിരിക്കും കേക്ക് മുറിക്കുക. Yes. വേറെ ആർക്കെങ്കിലും? ഓക്കെ, അപ്പൊ അത് മനസ്സിലായി കാണുമ്പോൾ വിശ്വസിക്കുന്നു. നമുക്ക് ഞാൻ ഒന്നൊരു വാചകങ്ങൾ നിങ്ങളോട് പറയേണ്ടത്, ഇത് ഇംഗ്ലീഷ് ഒന്നും പറയാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ചോദ്യം ഇതാണ്, നമ്മൾ ആരെങ്കിലും കാണുമ്പോൾ ചോദിക്കുന്നത്, നിങ്ങൾ എവിടെ പോകുന്നു? നിങ്ങൾ എവിടെ പോകുന്നു? Where are you going? ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. വേർ ആർ യു ഗോയിങ്? നിങ്ങൾ എവിടെ പോകുന്നു? വേർ ആർ യു ഗോയിങ്? ഓക്കെ 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 ഓക്കെ, വേർ ആർ യു ഗോയിങ്? ഇപ്പൊ നമ്മൾ കൊച്ചുകുട്ടികളോടൊക്കെ പറയുകയാണ്, കിച്ചണിൽ വരുമ്പോ അടുപ്പിൽ തുടരുത്, അടുപ്പിൽ തുടരുത്. Don't touch the heater. Don't touch the Heater ആണ്. heater വേണ്ട, സ്റ്റവ്. സ്റ്റവ്. Don't touch the stove. അടുപ്പിൽ തുടരുത്. Don't touch the stove. അത് തന്നെ നമുക്ക് വേണമെങ്കിൽ TV അടുത്ത് കാണരുത്, TV അടുത്ത് കാണരുത്. Don't watch TV near. നിയർലി ആഡ്വർബാണ്. ആഡ്വർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബിനെ ഹൈലൈറ്റ് ചെയ്യണം. ആഡ്വർബ് ചേർക്കുക. ഡോണ്ട് വാച്ച് TV, കാണരുത്. ഇങ്ങനെ കാണരുത്, കാണുക എന്നൊക്കെ വെർബിനെ ഹൈലൈറ്റ് ചെയ്യണത്. അപ്പൊ ആഡ്വർബ്, അപ്പൊ എൽബൈ വരും. എല്ലാത്തിനും എൽബൈ വരുന്നിട്ട് ഡോണ്ട് വാച്ച് TV, ക്ലോസ്. ഓക്കെ, ഇനി പുറത്ത് കളിക്കരുത്. വീടിന് പുറത്ത് എന്നുള്ള ഐഡിയയിലാണ് പുറത്ത് കളിക്കരുത്. Don't play outside. Outside or outdoor? Inside or outside? Outside. Okay, don't play outside. Inside അകത്ത്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് അല്ല, outside. ഞാൻ outdoor or outside. Okay, 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 okay. Don't play outdoor. Yes, പുറത്ത് കളിക്കരുത്. ശരിയാണ്. അങ്ങനെ പറയാം, ഔട്ട്സൈഡ് എന്ന് പറയാം. യെസ്, ഇത് ഞാൻ പറഞ്ഞാണോ എന്നറിയില്ല. നിങ്ങളുടെ ഊഴത്തിനായി കാത്തിരിക്കുക. നമ്പർ വിളിക്കും, അപ്പൊ പോയാണെന്ന രീതിയിൽ പറയുകയാണ്, നിങ്ങളുടെ ഊഴത്തിനായിട്ട് കാത്തിരിക്കുക. ഊഴം എന്നുള്ളതിന് നമ്മൾ സാധാരണ Wait for your opportunity.
Made for an opportunity. Okay. സാർ പറഞ്ഞായിരുന്നു, വേറൊരു വേർഡ് പറഞ്ഞായിരുന്നു. Opportunity മാറ്റിയിട്ട് വേറൊരു വാക്കൊന്ന് പറഞ്ഞു ചെയ്യുക. Okay. Anwar Sadiq. Very good, very good. Correct ആണ്. അതായത് റസീന. Okay. Wait for your turn. എന്താണ്? Wait for your turn. Wait for your turn. നമുക്ക് പറയാറില്ല, എന്റെ ടേൺ ആയിട്ടില്ല എന്താ പറയാ എന്ന് പറഞ്ഞ പോലെ ആ ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ എന്താണ് മൈ ടേൺ വന്നിട്ടില്ല. അപ്പോ വെയിറ്റ് ഫോർ യുവർ ടേൺ. ഓക്കെ 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 യെസ്. ഇപ്പോൾ തന്നെ ചെയ്യുക. ഇപ്പോൾ തന്നെ ചെയ്യുക. ഡു റൈറ്റ് നൗ. ഡു റൈറ്റ് നൗ. റൈറ്റ്. ആ റൈറ്റിന് മുന്നിൽ ഒരു വാക്കുകൂടി വേണം ചേർക്കാം. ശരിയാണ് പറഞ്ഞത്. ഡു ഇറ്റ് റൈറ്റ് നൗ. ഡു ഇറ്റ് റൈറ്റ് നൗ. ഓക്കെ. ഡു ഇറ്റ് റൈറ്റ് നൗ. ഡു റൈറ്റ് നൗ എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി ഡു ഇറ്റ് റൈറ്റ് നൗ. ഡു ഇറ്റ് ചെയ്യുക റൈറ്റ് നൗ. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ ഇന്ന് എന്താണ് പഠിച്ചത്? ഇന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത്? വാട്ട് ഡു യു ലേൺ ടുഡേ? ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. പഠിച്ചത് അപ്പൊ പഠിച്ചു കഴിഞ്ഞു. ലേൺഡ്. ഡൂവിലാണ് കുഴപ്പം കിടക്കുന്നത്. വാട്ട് ഡിഡ്? വാട്ട് ഡിഡ് യു ലേൺ? കേട്ടോ, ആ ഡു മാറ്റിയിട്ട് ഡിഡ് ആക്കുക. എന്നിട്ട് പിന്നെ പെർസെന്റേജ് ഉപയോഗിച്ചത് വാട്ട് ഡിഡ് യു ലേൺ ടുഡേ? ഇന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത്? വാട്ട് ഡിഡ് യു ലേൺ ടുഡേ? ഓക്കെ. എനിക്ക് നിന്നോട് ദേഷ്യമാണ്. എനിക്ക് നിന്നോട് ദേഷ്യമാണ്. ഐ ആം ആംഗ്രി വിത്ത് യു. വിത്ത് യു ആണ്, ടു യു ആണ് ശരി. യെസ്, രണ്ട് രീതിയിലാണ്. വിത്ത് യു ആണ് കറക്റ്റ്. ഒരു വ്യക്തിയോട് പറയുമ്പോൾ വിത്ത് എ പേഴ്സൺ ടു എ തിങ് എന്നാണ്. ഓക്കെ. ഐ ആം ആംഗ്രി വിത്ത് യു കറക്റ്റ് ആണ്. ഐ ആം ആംഗ്രി വിത്ത് യു. യെസ്. അടുത്തത് കുട്ടികളോട് പറയുന്നതാണ്, നിങ്ങളുടെ കളിപ്പാട്ടങ്ങൾ മാറ്റിവെക്കുക. നിങ്ങളുടെ കളിപ്പാട്ടങ്ങൾ മാറ്റിവെക്കുക. നിങ്ങളുടെ കളിപ്പാട്ടങ്ങൾ മാറ്റിവെക്കുക. മാറ്റിവെക്കുക എന്നുള്ളത് പുട്ട് എന്നൊരു വാക്കിന് ഉപയോഗിച്ചാൽ മതി. പുട്ട് എന്ത്? യുവർ ടോയ്സ്. മാറ്റിവെക്കുക എന്നുള്ളതിന് ആ പുട്ടിന്റെ കൂടെ വരുന്നൊരു വാക്കുണ്ട്, അത് നമ്മൾ ലാസ്റ്റ് ചേർക്കണേ. അകലെ, അകലേക്ക്, എവേ. അപ്പൊ കറക്റ്റ് വരുന്നത് പുട്ട് യുവർ ടോയ്സ് എവേ. പുട്ട് യുവർ ടോയ്സ് എവേ. കളിപ്പാട്ടങ്ങൾ എന്ത് ചെയ്യാൻ വരും? പുട്ട് യുവർ ടോയ്സ് എവേ. യെസ്. ഇനി അടുത്തത് കുട്ടികളോട് നമ്മൾ പറയുന്നതാണ്, നിങ്ങളുടെ കളിപ്പാട്ടങ്ങൾ എടുക്കുക. ടേക്ക് യുവർ ടോയ്സ്. ഓക്കെ. എന്താണ്? ടേക്ക് യുവർ ടോയ്സ്. ടേക്ക് യുവർ. ആ ടേക്ക് മാറ്റിയിട്ട് വേറൊരു വാക്ക് പറയാമോ? ടേക്ക് മാറ്റിയിട്ട് വേറെ ഒന്ന്. ബ്രിങ് ആണോ? ബ്രിങ് അല്ല, എടുക്കുക എന്നുള്ളത്. പെരക്കി എടുക്കുക, തേർഡ് വാക്കില്ലേ? ടേക്ക് കറക്റ്റ് ആയിട്ട്. ഓക്കെ ശരിയ, കറക്റ്റ് ആണ്. പിക്കപ്പ്. പിക്കപ്പ് യുവർ ടോയ്സ്. പിക്കപ്പ് യുവർ ടോയ്സ്. ഓക്കെ ഓക്കെ ശരിയാണ്. പിക്കപ്പ് യുവർ ടോയ്സ്. ഓക്കെ. യെസ്. ഓക്കെ. യെസ്. Chinu, how was your Christmas vacation?
Anything special? Anything particular? No. My Christmas celebration this year was very simple, like my own preparation. Yeah. Yes. Okay. It was a very simple Christmas celebration. Okay. Yes. Okay. Very good. Very good. In a Christmas celebration, Christmas vacation hour. Christmas vacation. Christmas vacation tour പോയാലും ഞാൻ ടൂർ പോയില്ല. Yes. Okay. ആരുമില്ല. Yes. അപ്പൊ ടൂർ പോയതെങ്കിൽ ടൂർ പോയ സംഭവം പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നു ആരും പോയിട്ടില്ല എന്ന് പറഞ്ഞല്ലേ. യെസ്. അപ്പൊ എന്താ നിങ്ങൾക്ക് ഈ ക്രിസ്മസ് വെക്കേഷനെ കുറിച്ച്, കഴിഞ്ഞ ക്രിസ്മസ് വെക്കേഷനെ കുറിച്ച് പറയാം? ബിന്ദു അടക്കം തുടങ്ങി വെക്കാൻ പ്രാപ്തയാണ്. How do you feel about the Christmas vacation? Nothing special Nothing special. in my Christmas vacation. കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്തായാലും ക്രിസ്മസ് വെക്കേഷൻ, ഒന്നും ചെയ്തില്ല, നന്നായിട്ട് ഉറങ്ങി എല്ലാ ദിവസവും, പകലും രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങി, ഫുഡടിച്ചു. ഇത് മാത്രമായിരുന്നു ക്രിസ്മസിന്റെ ഹൈലൈറ്റ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഞാൻ നിങ്ങളോട് ഈ നമുക്ക് മറ്റേ ഇതിനകത്തേക്ക് തിരിച്ചു വരാം. അതിന് മുമ്പ് ഒരു ചോദ്യം, ഞാൻ AB വെച്ച് ABയിൽ തുടങ്ങുന്ന ചോദ്യം നമ്മൾ ചോദിച്ചിട്ടില്ലാന്ന് തോന്നുന്നു അല്ലെ? ചോദിച്ചു. AB ചോദിച്ചതാണ്. ഓക്കെ. AB ചോദിച്ചതാണ്. അപ്പൊ ഞാനത് വെക്കാൻ മറന്നുപോയതാണ്. ഓക്കെ, so I am going to ask you some other questions with regard to W. W ആരംഭിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. വെരി സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുക. Answers should start with the letter W. ഓക്കെ, നമ്മൾ അങ്ങനെ 10 പേരേ ഉള്ളൂ. അപ്പൊ അതിന്റെ പേരില് 10 പേർക്കും സൈമൾട്ടേനിയസ് ആയിട്ട് ആൻസർ പറയാം. ഓക്കെ, ഞാനൊരു വേർഡ് പറയുകയാണ്. ആ വേർഡിന്റെ ഈക്വൽ മീനിങ് ഉള്ള വേറെ വാക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി. The word is this: a season. Weather. വെദർ എന്നാവാം, വിന്റർ. വിന്റർ ഞാൻ പറയാണ്ട്. ഓക്കെ. അപ്പൊ ഒരാളെ പറഞ്ഞത് വിചാരിച്ചിട്ട് പറയാതിരിക്കട്ടെ. എന്നിരുന്നാലിനെയും ബിന്ദുവിനെയും ചിന്നുവിനെയും പരിഗണിച്ചിട്ടുണ്ട് കേട്ടോ. ഉദ്ദേശിച്ചത് വിന്റർ ആണ്, സീസൺ. മറ്റത് വിന്റർ സീസൺ. വെദർ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ. രണ്ട് വെദർ ഉണ്ട്. WATH വെദറാണ് കാലാവസ്ഥ. വേറൊരു വെദറുള്ള WHETH വെദർ. ആ വെദർ നമ്മൾ ഇതിന് പഠിച്ചതാണ്. ഒരു റിപ്പോർട്ട് സ്പീച്ച് എടുത്തപ്പോ ഈക്വൽ പോസിബിലിറ്റി കാണിക്കും. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് മേ റെയിൻ ഓർ നോട്ട്. മഴ പെയ്യുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, question number 2, very simple question. An online encyclopedia. Wikipedia. Okay, correct answer ആണ്. An online encyclopedia ആണ് Wikipedia. Yes. അടുത്തത് വളരെ സിമ്പിൾ ആണ്. The termination of a batsman's innings in a cricket match. ശിഖ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ശിഖയുടെ ആൻസർ കറക്റ്റ് ആണ്, വിക്കറ്റ്. The termination, വിട്ടുപോരല്, ഓഫ് എ ബാറ്റ്സ്മാൻസ് ഇന്നിങ്സ്, ഒരു ബാറ്റ്മാന്റെ ഇന്നിങ്സ് കംപ്ലീറ്റ് ചെയ്ത് പോരുന്നത് ഇൻ എ ക്രിക്കറ്റ് മാച്ച്. എപ്പോഴാണ്? വിക്കറ്റ് നഷ്ടപ്പെടുമ്പോഴാണ്. വിക്കറ്റ് പോകും. യെസ്. ഇനി ഞാൻ പറയുന്ന വാക്കിന്റെ അർത്ഥമുള്ള വേറൊരു വാക്കാണ് നിങ്ങൾ പറയേണ്ടത്. To
ടേക്ക് ബാക്ക്, ടു ടേക്ക് ബാക്ക് അല്ലെങ്കിൽ ടു ടേക്ക് അവേ, ടു ടേക്ക് അവേ. യെസ്, ഇത് നമ്മള് ബാങ്കിലൊക്കെ ചേർന്ന വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വിഡ്രോവൽ, വിഡ്രോവൽ ആണോ? വിഡ്രോ, വിഡ്രോ ശരിയാണ്. ശരി, കറക്റ്റ് ആൻസർ ആണ് വിഡ്രോ. ഓക്കെ ശിഖ, വിഡ്രോ. യെസ്. അപ്പോ നമ്മൾ ഇവിടെ നോക്കി ടു ടേക്ക് ബാക്ക്, പിൻവലിക്കുക, പിന്നോട്ട് പോവുക. നമ്മൾ ബാങ്കിൽ ചെല്ലുമ്പോൾ പൈസ പിൻവലിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് വിഡ്രോ. യെസ്. എ ടൂത്ത് in a oral cavity, a tooth in a oral cavity. A tooth in a oral cavity. അപ്പോ ആരും ഉത്തരം പറയാത്തതുകൊണ്ട് അതല്ല, വേറൊരു പേരുണ്ട് ശിഖ. യെസ്, ഇതിനെ പറയുന്ന പേരാണ് വിസ്ഡം ടീത്ത്. വിസ്ഡം, WISDOM. അതായത് ഒരു ഫ്രേസ് പോലെ പറയുന്നതാണ്. ശരിക്ക് ഏറ്റവും ഒടുവിലത്തെ പല്ല് വന്നത് ഓർമ്മയില്ല. ഏറ്റവും ഒടുവിലെ പല്ല് വന്നത് ഇല്ല സാർ, ഏജ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. യെസ്, അത് 17-നും 25-നും ഇടയിലാണ് വരുന്നതാണ് പറയുന്നത്. അത് നമ്മുടെ ഈ മോണയുടെ ഏറ്റവും പല്ലില്ലേ, അതാണ് വരുന്നത്. ആ പല്ലിനെ പറയുന്ന വേറൊരു പേരാണ് വിസ്ഡം ടീത്ത് കേട്ടോ. അതാകുമ്പോൾ ഒരു ബുദ്ധിയും പക്വതയും എല്ലാം വന്നതിന് ശേഷം വരുന്നത് അതാണ് വിസ്ഡം ടീത്ത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറയുന്ന വേർഡിന്റെ അതേ അർത്ഥമുള്ള വേറൊരു വേർഡ് നിങ്ങൾ പറഞ്ഞാൽ മതി. ടു സപ്രസ് ഓർ ഹോൾഡ് ബാക്ക്. ടു സപ്രസ് ഓർ ഹോൾഡ് ബാക്ക്. To suppress or hold back. യെസ്, അപ്പൊ ആരും ഉത്തരം പറയാത്തതുകൊണ്ട് ഞാൻ തന്നെ എടുക്കുകയാണ്. ടു സപ്രസ്, അടിച്ചമർത്തുക, അല്ലെങ്കിൽ ഹോൾഡ് ബാക്ക്, പിടിച്ചു വെക്കുക. അതിനെ പറയുന്നത് വിത്ത് ഹെൽത്ത്, WITHHEL, വിത്ത് ഹെൽത്ത്. മാറ്റി വയ്ക്കുക, ഒഴിവാക്കുക എന്നൊക്കെ പറയാറില്ലേ, വിത്ത് ഹെൽത്ത്. യെസ്, ഞാൻ നേരത്തെ എ സീസൺ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ കറക്റ്റ് വിന്റർ എന്ന് പറഞ്ഞു. അതുപോലെ ഒരു വാക്ക് ഞാൻ പറയുകയാണ്, എ മെഷർമെന്റ്. എ measurement. A measurement. വെയിറ്റ്. വെയിറ്റ് ഇസ് എ കറക്റ്റ് ആൻസർ. വെയിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അത് വല്ലാന്നുണ്ടെങ്കിൽ വിഡ്ത്ത് എന്ന് വേണമെങ്കിൽ പറയാം. കറക്റ്റ് തന്നെയാണ്. എ മെഷർമെന്റ്, ഒരു അളവ്. എന്താണ് അളവ്? ഭാരം. ഭാരം ഒരു അളവല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ലിസ്റ്റ് ഓഫ് desired things or occurrences. A list of desired things or occurrences.
A list of desired things or occurrences. നമുക്ക് ഇഷ്ടപ്പെട്ട ആഗ്രഹങ്ങളുടെ ലിസ്റ്റിനെ പറയുന്ന പേരാണ് വിഷ് ലിസ്റ്റ്. WISH. വിഷ് ലിസ്റ്റ്. വിഷ് ലിസ്റ്റ്. ഓക്കെ, ഞാൻ കൂടി പറയാം. A list of desired things or occurrences. That is called wish list. അടുത്തത്, a wireless technology used to connect gadgets. walkie-talkie. അതൊരു ലാസ്റ്റ് പറഞ്ഞ എന്താ സാർ? ലാസ്റ്റ് GADGETS. GADGETS. Yes. വയർ പറഞ്ഞേ. ക്വസ്റ്റ്യൻ wireless technology used to connect gadgets. Gadgets ഉദ്ദേശിക്കുന്നത് നൂതനമായ എല്ലാ ഉപകരണങ്ങളും. നിങ്ങളുടെ വീട്ടിലുള്ള സംഭവം തന്നെയാണോ? മാസം മാസം പൈസ കൊടുക്കുന്നതാണ്. വൈഫൈ. 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 ഓക്കെ. യെസ്. ഓക്കെ, ശരി. യെസ്. അപ്പൊ നമുക്ക് പറയാം. ഇനി വെരി സിമ്പിൾ ചോദ്യമാണ്. An opening in a wall to let air and light in. No? വിൻഡോ. ഓക്കെ. ശരിയാണ് ശീത, ശരിയാണ് ചിന്നു. വിൻഡോ കറക്റ്റ് ആൻസർ. അടുത്തത്, the current, CURRENT, the current of air. വിൻഡ്. Wind is a correct answer. Wind. Okay, Shiga. Wind. Correct answer. The current is the pravaham of air. വായുവിന്റെ പ്രവാഹം. Yes. അടുത്തത് ഒരു പഴഞ്ചൊല്ലാണ്. ആ പഴഞ്ചൊല്ലിന്റെ ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ട്. ആ ഒരു വാക്ക് നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. ചോദ്യം ഇതാണ്: The fear of God is the beginning of dash. The fear of God is the beginning of dash. വർത്താണ്. എന്താണ്? വർത്താണ്. അല്ല. ആ വാക്ക് ഇന്ന് നമ്മൾ ഒരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. വിസ്ഡം. കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞു. 3 ചോദ്യങ്ങൾ എനിക്ക് വിട്ടുകിട്ടി. ആ 3 ആരാണ് ആൻസർ പറഞ്ഞത്? അപ്പൊ അങ്ങനെ എനിക്ക് കിട്ടാറില്ല. 2024 അവസാന ദിവസമുണ്ട്. of 2024 ആയതുകൊണ്ടായിരിക്കാം ഒരു 3 മാർക്ക് സാറിന് പിടിക്കട്ടെ എന്ന് വിചാരിച്ചത്. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 3 പേരും ഈക്വൽ പോയിന്റുകളാണ് നേടിയിട്ടുള്ളത്. ബിന്ദുവിന് 5 പോയിന്റ്, ചിന്നുവിന് 5 പോയിന്റ്, ശിഖയ്ക്ക് 5 പോയിന്റ്. അപ്പൊ 3 പേരും ഈക്വൽ പോയിന്റുകളാണ് നേടിയിട്ടുള്ളത്. All are equal. Yes. Okay. അപ്പൊ ഇത് ചോദ്യം, നിങ്ങളുടെ റിയാക്ഷൻ that was very good. Yes.
അടുത്തത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വാചകങ്ങളോട്ട് വരികയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കണ്ടീഷണൽ ക്ലോസ് ഞാൻ പറയുകയും മെയിൻ ക്ലോസ് നിങ്ങൾ എഴുതുകയും ചെയ്തു. ഇനി ഞാൻ പറയുന്നതിൽ കണ്ടീഷണൽ ക്ലോസ് നിങ്ങൾ എഴുതുകയും മെയിൻ ക്ലോസ് ഞാൻ പറയുകയും ചെയ്യുകയാണ്. അപ്പൊ ആദ്യം ഡാഷ് ഡാഷ് ആദ്യം ഡാഷ്, എന്നിട്ട് ഐ വുഡ് tell you. I would tell you. Yes, I would tell you. Okay, Shidu, correct. I would tell you if you called me already. Okay, if you suffer any problem. Okay, ശരിയാണ്. നീ എന്തെങ്കിലും പ്രശ്നങ്ങൾ സഹിക്കുകയാണെങ്കിൽ I would tell you. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. Yes. Okay. അപ്പൊ ഇനി ആരുമില്ലാത്തതുകൊണ്ട് അടുത്ത വാചകം പറയാം. നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഒരു ഡാഷ് ഇടണം. ഡാഷ് ഡാഷ് she could COULD she could meet him. MEET meet him. Dash she could meet him. Okay, ശരിയാണ്. If I came here. അല്ല, ഐ എന്ന് പറഞ്ഞത് ഞാൻ ഹിം ശ്രദ്ധിച്ചില്ലായിരുന്നു. ആ ഷീയും ഹിമ്മും തമ്മിലുള്ളതല്ലേ പറയുന്നേ? മതി. ഹി കെയിം എന്നൊക്കെ. ഓക്കെ, ബിന്ദു കറക്റ്റ് ആണ്. അല്ലെങ്കിൽ നേരത്തെ പുറപ്പെട്ടിരുന്നുവെങ്കിൽ, നേരത്തെ ആരംഭിച്ചിരുന്നുവെങ്കിൽ, if she reached earlier, if you went there. Okay, Sheila.
യെസ്. ഓക്കെ. വേറെ ആരും എഴുതാനില്ലാത്തതുകൊണ്ട് മറുപടി പറയാൻ അവസാനിപ്പിക്കാം. If she searched, SCARCHED, if she searched it, if she searched it dash, if she searched it okay, Chinu, she could find him. പിന്നെ എനിക്ക് മിസ്റ്റേക്ക് വന്നു. ഇറ്റെന്നല്ലായിരുന്നു, ഇറ്റെന്നുള്ള ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അത് അതിനെ സെർച്ച് ചെയ്യുവായിരുന്നു അല്ലായിരുന്നു പറഞ്ഞു. Okay. ഞാൻ ഹിമ്മെന്നാണ് എഴുതിയത്. You could get it. Okay. Yes. അപ്പോ രണ്ട് ടെൻസുകളുടെ കണ്ടീഷണൽ ക്ലോസ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ നമ്മൾ അടുത്തൊരു ടെൻസ് കൂടി ഉണ്ട്, നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച രണ്ടെണ്ണമാണ്. ഒന്ന് സിമ്പിൾ പ്രസന്റിന്റെയും അടുത്ത സിമ്പിൾ പാസ്റ്റിന്റെയും. ഒന്നില് അതിന്റെ കൂടെ വരുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസും വേറൊന്നില് കണ്ടീഷണൽ സെന്റൻസുമാണ് കൂടെ വരുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ആരുടെയൊക്കെ സംസാരിക്കുമ്പോൾ കണ്ടീഷണലായിട്ട് സംസാരിക്കുമ്പോൾ അതിനകത്ത് വില്ലോ വുഡോ എല്ലാം ചേർന്ന് വരും. അപ്പൊ അത് നമ്മളൊന്ന് ഓർത്തിരിക്കുക. ഇപ്പോ പിന്നെ വുഡിന് വേറെയും പല അർത്ഥങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വുഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊളൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് വുഡ് ഉപയോഗിക്കുക. നിങ്ങളിപ്പോ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, അടുത്തിരിക്കുന്ന ഒരാള് കുറച്ചും കൂടി ഒന്ന് നീങ്ങിയിരുന്നാല് നിങ്ങൾക്ക് സുഖമായിട്ട് ഇരിക്കാം. ഇപ്പൊ നിങ്ങൾ അദ്ദേഹത്തോട് എന്താ പറയാ, വുഡ് യു പ്ലീസ് മൂവ് എ ലിറ്റിൽ, വുഡ് യു പ്ലീസ് മൂവ് എ ലിറ്റിൽ, അല്പം ഒന്ന് നീങ്ങിയിരിക്കാമോ, വുഡ് യു പ്ലീസ് മൂവ് എ ലിറ്റിൽ, വുഡ്. ഇനി അടുത്ത വേറൊരു ഉപയോഗം നമുക്ക് പറയാവുന്നത്, ഇപ്പോ ഐ ഡ്രിങ്ക് ടീ എവറി ഡേ, ഐ ഡ്രിങ്ക് ടീ എവറി ഡേ. ഐ ഡ്രിങ്ക് ടീ എവറി ഡേ എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതൊരു ഹാബിച്വൽ ആക്ഷൻ ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, എനിക്ക് ചായ കുടിക്കുന്ന സ്വഭാവമുണ്ട്. ഞാൻ നേരത്തെ ചായ കുടിക്കാറുണ്ട്, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ. ഇപ്പോഴും ഞാൻ ചായ കുടിക്കാറുണ്ട്. ഐ ഡ്രിങ്ക് ടീ എവറി ഡേ എന്നതിന്റെ അർത്ഥം ആ സംഗതിയെ ഐ വുഡ് ഡ്രിങ്ക് ടീ എന്നായിരുന്നു വരും. ഐ വിൽ എന്നുള്ള പകരം ഐ വുഡ് ഡ്രിങ്ക് ടീ, വെറുതെ ഒരു സെന്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ചെറിയൊരു വ്യത്യാസം വരും. എന്താണ് വ്യത്യാസം? എനിക്ക് ചായ കുടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് ചായ കുടിക്കുന്ന സ്വഭാവമില്ല. നേരത്തെ ഉണ്ടായിരുന്ന സ്വഭാവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടും വുഡ് പ്ലസ് പ്രസന്റൻസ് ഉപയോഗിക്കും. അപ്പൊ വുഡിന് ഒരുപാട് തലങ്ങളിൽ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സൂചിപ്പിച്ചത്. അപ്പൊ വുഡ് പ്ലസ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് കൊണ്ട് നേരത്തെ ഉണ്ടായിരുന്നതും എന്നാൽ ഇപ്പോൾ ഇല്ലാതിരുന്നതുമായ ഒരു ശീലത്തെ കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. വുഡ് പൊളൈറ്റ് റിക്വസ്റ്റ്, അഭ്യർത്ഥന നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ വുഡ്
റിക്വസ്റ്റിനെ കുറിച്ച്, ഒരു പ്രൊഡക്റ്റ് റിക്വസ്റ്റിനെ കുറിച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത്രയും ഒക്കെയാണ് വുഡിനെ കുറിച്ചുള്ള നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെയുള്ള കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. യെസ്. അപ്പോൾ ഷിക, ഒരു വുഡ് വെച്ച് 2-3 ചോദ്യങ്ങൾ ചോദിച്ചേ. Would you please give me an umbrella? An umbrella. Correct. Would you please give me an umbrella? Would you please give me എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവിടെ മീനിങ് is not completed. Would you please give your umbrella? Give me your umbrella. Where ഉണ്ട്? Would you color the picture? Would you Color the picture. draw the picture? Color the picture. Would you color the picture? Okay. Would you color the picture? Okay. Would you color the picture? അടുത്തത്. Would you clean the floor? Would you clean the floor? Would you please clean the floor? Okay. ശരിയാണ്. Okay. Shinu, Would you please open the door? would you please open the door? പിന്നെ ഫുഡ് വെച്ചിട്ട് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വീട്ടിൽ നടന്ന സംഭവവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ചിന്തിക്കേ. അപ്പൊ അവിടെ ചോദിക്കാമായിരുന്നതും എന്നാൽ ചോദിക്കാതിരുന്നതുമായ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അവിടെ ചിന്തിക്കും. ആലോചിച്ചു. യെസ്. ആലോചിക്കാൻ സമയം വേണോ? ഓക്കെ, 1-2 മിനിറ്റ് തരാം. ഓക്കെ, ബിന്ദു പറയൂ. കൊണ്ടുവച്ചിട്ട് ചോദ്യങ്ങൾ പറഞ്ഞു. Would you please give some money? Yes. Would you please give some money? Yes, very good. Would you please open the window? Would you please open the window? Yes. Would you please turn on the light? Would you please turn on the light? Turn off the light. Okay. Okay. Your starting was very good. Yes. അപ്പൊ ചിഹ്നം കിട്ടിയില്ലേ? ആ മോഡലൊക്കെ വളരെ എനിക്കൊന്നും കിട്ടുന്നില്ല. Would you please sing a song? Would you please sing sing a song? Yes. Would you please give food? Give food for എനിക്ക് കിട്ടുന്നില്ല. Would you please വരെ കറക്റ്റ് ആയി. ബാക്കി അവിടെ വന്നപ്പോ ചെറുതായിട്ടൊന്ന് Give some food. Would you please give some food? Would you please give some food? Okay. Don't worry. We will give you the food. Yes. Would വെച്ചിട്ടെടുത്തത് would you please open the window എന്ന് പറഞ്ഞ് open the door തുറന്നത് പോലെ. Would you please ആർക്കെങ്കിലും വേറെ? Would you please give some space? ബിന്ദു പറഞ്ഞത് would you please give me a chance? ബിന്ദു നല്ല ലൈവായ എക്സാമ്പിൾസാണ് പിടിക്കുന്നത്. നമുക്ക് ചുറ്റോടെ പിടിക്കും. അതന്നെ ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാറില്ലേ, ഇത് നമുക്ക് ചുറ്റുമുള്ള സംഭവങ്ങൾ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ പറഞ്ഞു തന്നെ അടക്കം ചുറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു ഭംഗി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ നമുക്ക് ചുറ്റുമുള്ള എക്സാമ്പിൾസ് എടുക്കുക. അപ്പൊ ക്ലാസ്സിൽ ലൈവാവും, നമ്മുടെ ചിന്തകളിൽ ലൈവാവും. ഓക്കെ,
യെസ്. അപ്പോ ആരോടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ചോദിക്കുമ്പോ ഈ വുഡ് വെച്ചിട്ടൊക്കെ ചോദിക്കാൻ ശ്രമിക്കുക. അത് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ആ പ്രയോഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. വുഡ് യു പ്ലീസ് എന്ന് പറയാ, തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ ഇത് നിങ്ങളുടെ പ്രകടനം വളരെ മോശമായിരുന്നില്ല, വളരെ നല്ലതായിരുന്നു. 3 ചോദ്യങ്ങൾ മാത്രം എനിക്കിത് കിട്ടിയുള്ളൂ. ഒരിക്കൽ കൂടി ഇനി നമ്മൾ കാണുമ്പോൾ 2025 കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ പുതുവത്സര ആശംസകൾ നേരുകയാണ്. 2025 നിങ്ങൾക്ക് വളരെ ശോഭനകരമായിട്ട് ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 2024 എല്ലാ പ്രശ്നങ്ങളും 2025 പരിഹരിക്കാൻ സാധിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. നവോദയൊക്കെ വന്നോ ഹർഷ? അപ്പോ എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ, എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഓക്കെ, we will meet in the next class. Bye. Thank you, sir. Happy New Year. ഹാപ്പി ന്യൂ ഇയർ. Happy New Year, same to you. Thank you, sir. Thank you. Welcome.